ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നതായിരുന്നു ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ വിളിപ്പേര്. ജനാധിപത്യത്തിന്റെ മാതൃകാസ്ഥാനമായി ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ നിലകൊണ്ട നമ്മുടെ നാട്ടിലാണ് ഇന്നിപ്പോൾ ഭരണകൂട സംവിധാനങ്ങൾ ഒത്തുപ്രവർത്തിച്ച് തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാന സുതാര്യതയെപ്പോലും തകർത്തില്ലാതാക്കിയതിന്റെ വിവരങ്ങൾ തെളിവു സഹിതം പുറത്തുവരുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ജനാധിപത്യത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി ഈ വെളിപ്പെടുത്തൽ മാറുകയാണ്. കഠിന പ്രയത്നത്തിലൂടെ ഈ വിവരങ്ങൾ പുറത്തെത്തിച്ച രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രതിപക്ഷത്തിന്റെ മുന്നണി പോരാളിയായി സ്വയം നിലയുറപ്പിച്ചു. ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ തെളിവുകൾ ഉയർത്തിക്കൊണ്ട് ഏത് സാധാരണക്കാരനും മനസ്സിലാകും വിധം കണക്കുകൾ നിരത്തിയായിരുന്നു ഇടപെടൽ. ഇന്നിതാ രാഹുലിന് പിന്നിൽ ഒറ്റക്കെട്ടായി പാർലമെന്റിന് മുന്നിലെ തെരുവിൽ ഇന്ത്യ സഖ്യത്തിലെ എംപിമാരെല്ലാം ഒന്നിച്ചണിനിരന്ന് ജനാധിപത്യത്തിനായി മുറവിളി കൂട്ടുമ്പോൾ പ്രതിപക്ഷത്തിന് കരുത്തേറുകയാണ്. അധികാരികൾക്ക് അട്ടിമറിക്കാനാവാത്ത സുതാര്യമായ കുറ്റമറ്റ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം ഈ രാജ്യത്തിന് വേണമെന്ന് ഒരേ സ്വരത്തിൽ ഇന്ത്യ സഖ്യം ആവശ്യപ്പെടുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും എത്ര കാലം മൗനം നടിക്കാനാകും? ന്യൂസ് ഡെസ്ക് ചോദിക്കുന്നു, വോട്ട് ചെയ്ത ജനതയോട് മറുപടിയുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും?